നമസ്കാരം. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 10ാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ്. അമേരിക്കയിലെ വിസ ലഭിക്കണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങൾ ലളിതവൽക്കരിക്കുന്ന ലോകക്രമത്തിൽ ലഭ്യമാകുമെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു വില്ലേജിൽ നിന്ന് ഒരു സാക്ഷ്യപത്രം ലഭിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം നടക്കണം എന്ന് ഓരോ കേരളീയൻ്റെയും അനുഭവത്തിൽ നിന്ന് ഊഹിക്കാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പല പ്രാവശ്യം നടക്കുന്നതും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ അരങ്ങേറുന്ന കൈക്കൂലി, അഴിമതി, വൃത്തിയില്ലായ്മ, കമ്പ്യൂട്ടർവൽക്കരണത്തോടുള്ള എതിർപ്പ് എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതും തൊഴിലാളി സ്നേഹമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കും വിധം രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളും സംഘടനാ നേതൃത്വങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ കഴിയും വിധമുള്ള എല്ലാവിധ സേവനങ്ങളും ഓൺലൈൻ സർവീസിലൂടെ ലഭ്യമാക്കുക എന്നതും സംസ്ഥാനത്തെ ജനവിഭാഗത്തിന് ലഭ്യമാകേണ്ട സേവനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭ്യമാകുന്നു എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കഴിയും വിധം ഓഫീസിൻ്റെ ചുമതലയുള്ള മേധാവി ഒഴിച്ച് ആവശ്യമായി വരുന്ന ജീവനക്കാരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയോ ഔട്ട്സോഴ്സിംഗ് സേവനം ലഭ്യമാക്കിയോ കുറഞ്ഞ വേതന വ്യവസ്ഥയിൽ നമ്മുടെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തനനിരതമാക്കാനും അതുവഴി സംസ്ഥാനം ആധുനികവൽക്കരിക്കാനും അധികം വരുന്ന ജീവനക്കാരെ പുനർനിയമനം നടത്താനും അമാന്തിക്കരുത്. കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ 10ാമത്തെ പേജാണ് പരിചയപ്പെടുത്തിയത്. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നന്ദി.